ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് വീഡിയോസ് ചെയ്യാനാണ് ഭയങ്കര ഇഷ്ടം. കാരണം എനിക്ക് ഇവിടുന്ന് ചെയ്യാനും ഭയങ്കര താല്പര്യമാണ് ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്ന് നമുക്ക് എന്താ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല, ഭയങ്കര ബോറിംഗ് ആണ്, ഷർമിയില്ല. ഞാനിന്ന് സംഭവം ഇവിടത്തേക്ക് വരാനുള്ള കാരണം ഇവിടെ തളിപ്പറമ്പിലാണ് കാണിക്കൽ, അങ്ങനെ വന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടെത്തുന്നത് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ, വെൽക്കം ബാക്ക് ടു അത്. അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് വീഡിയോസ് ചെയ്യാൻ ഇഷ്ടം എന്താണെന്ന് തോന്നുന്നുണ്ടാവും. കാരണം ഇവിടെ എൻ്റെ വൈബിനൊത്ത് എൻ്റെ ഉപ്പുണ്ടല്ലോ. അപ്പം ഇപ്പോൾ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും പൂവത്ത് പോകണം. പൂവത്ത് എന്ന് പറയുന്നത് നമ്മുടെ ടൗണ്. ഇവിടുന്ന് നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. അതൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ ഉമ്മാക്കും കുറച്ച് സാധനങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങാൻ പോകണം. എനിക്കൊന്ന് പെട്രോൾ അടിക്കാനും പോകണം. അങ്ങനെയുള്ള പരിപാടികളാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ കാണാം. താഴെ ഉപ്പ ഉറങ്ങി എണീച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ ഉപ്പാനെ ഇങ്ങനെ ശല്യപ്പെടുത്തി കുറേ അടിയൊക്കെ കൊടുത്തിട്ടാണ് ഉപ്പാനെ എണീപ്പിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് എന്താക്കാം, ഉപ്പാൻ്റെ അടുത്തേക്ക് പോയിട്ട് നോക്കാം എന്താണ് ഉപ്പാൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. ഞാൻ എൻ്റെ കുഞ്ഞിനെ മോളെ കൂട്ടാണ്ടാണ് വന്നിട്ടുള്ളത്. ഞാനും മോന് മാത്രമാണ് വന്നത്. രാവിലെയാണ് ഹോസ്പിറ്റലിൽ പോകാനുണ്ടായി, അങ്ങനെയാണ് വന്നത്. അപ്പോൾ ഉപ്പ ഇവിടെ റെഡി ആയിരിക്കുന്നുണ്ട്. ഉപ്പാ പോവാ. പോവേന്ന് വാ. മാന്യ പ്രേക്ഷകർ കാണുകയാണിത്. പഠിക്കാൻ പറ്റുമോ? വാ ഉമ്മ, ഉപ്പാക്ക് വരാൻ കഴിയില്ലല്ലോ. ഞാൻ അടുക്കള വശത്താണ് എൻ്റെ വണ്ടി വെച്ചത്. കാരണം ഈ ഒരു റോഡാണ് ഏറ്റവും നല്ല റോഡ് നമ്മളിവിടെ. ഇത് നമ്മുടെ സ്ഥലമല്ല കേട്ടോ, നമുക്ക് സ്ഥലം ഇത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ നമ്മൾ നട്ടിട്ടുള്ള എന്താ പറയുക, നമ്മുടെ മാവൊക്കെ പൂത്തിട്ടുണ്ട്. പിന്നെ മാവിൽ നിന്ന് മാങ്ങയൊക്കെ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഴുത്ത 2-3 മാങ്ങ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറേ മാങ്ങ പിടിച്ചിട്ടുണ്ട്, മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. അപ്പം അങ്ങനെ നമ്മൾ നട്ട സാധനത്തിൽ നിന്ന് നമുക്കിന്ന് എന്ത് കിട്ടി? മാങ്ങ കിട്ടി. പിന്നെ നമ്മുടെ തെങ്ങ്, ഈ തെങ്ങിനുടമ ഞാനാണ് ഗൈസ്. ഈ തെങ്ങ് നട്ടത് ഞാനാണ്. കോഴിക്കോട് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ കോഴിയില്ല. കോഴിക്കോടിൽ ഒരുപാട് സാധനങ്ങളും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉമ്മത്തുമ്മയുടെ സ്റ്റോറേജ് സ്പേസാണ്, ഉമ്മൻ്റെ ഒരു സ്റ്റോർ റൂമായിട്ട് നമ്മൾ കണക്കൂട്ടുന്നു. അപ്പോൾ ഇപ്പോൾ വണ്ടി ഇവിടെ ഉണ്ട്. ഇതാണ് നമ്മളെ വീടിൻ്റെ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഇത് വീട്ടിന് ഇപ്പുറം തന്നെ തൊട്ടുമുട്ടിയിട്ട് തന്നെ വേറൊരു വീടും കൂടെ ഇപ്പം തുടങ്ങുന്നുണ്ട്. അല്ലാ, ഇപ്പം കമ്പിന്ന പൈപ്പ് പൊട്ടിക്കല്ല ഓടാ. തൽക്കാലത്തേക്ക് ഉമ്മൻ്റെ പൈപ്പ് അങ്ങനെ വെക്കാം. അപ്പം എല്ലാ സ്ഥലത്ത് നമ്മൾ കുറച്ച് കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഉമ്മ വെച്ച് ഞാൻ വരുന്നില്ല, നീ വരും. ഇല്ല, ഞാൻ വരും. നടുവാനെടുക്കുന്നില്ല, വണ്ടിയിൽ വന്നിട്ട് നിന്നോട് പറഞ്ഞത് എനിക്ക് പറ്റുന്നില്ല. കഴിയാതുകൊണ്ടോ മോളെ? നമുക്ക് നടന്നിട്ട് പോവാ. അടുത്തേക്ക് പോത്തേക്ക് വാ. നടന്നിട്ട് ഞാൻ വരാം. കഴിയുന്നില്ല, വണ്ടിയിൽ നടന്നിട്ട് പോവാ. അത് ആടെ കൂടെ പോയി ആടുന്ന് അങ്ങനെ ആക്കിയാ അങ്ങനെ പോവും. അങ്ങനെ ആടുന്നാക്കിയാ പോവും. കുറച്ച് സൈക്കോ ആണ് മൈൻഡാണ്. പൂത്തേക്കുന്ന വേണ്ടവാ പാരട്ട പന്തേന് ഉമ്മാ ഷോ. എൻ്റെ കൂടെ ആദ്യം വണ്ടിയിൽ വരാൻ പറഞ്ഞ്, പിന്നെ വരുന്നില്ല പറഞ്ഞ്, പിന്നെ നമ്മൾ നടന്നിട്ട് തന്നെ പോവാൻ വേണ്ടി തീരുമാനിച്ച് അങ്ങനെ നടന്നിട്ട് പോവാണ്. ഉപ്പാ നമുക്കൊരു ഓട്ടോ കിട്ടിയിട്ടുണ്ട്. ഉമ്മാക്ക് 2-3 സാധനങ്ങൾ വാങ്ങാനും പിന്നെ ഷർമിക്കൊരു ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു നമ്മൾ പോയത്. അവിടെ എത്തിയിട്ട് നമ്മൾ എന്തിനാ വന്നേന്നായി. ഇതന്നെ താറ് ചുങ്കാന്നുള്ള ഈ താറ് കാണാൻ ഇതതിൻ്റെ ഉള്ളിലിടുന്നാൽ ഉപ്പ് എന്ത് കളിക്കുന്നത്.
നമുക്ക് എന്തിനാ അതിൽ ഇത് പൂച്ചനെ പട്ടിനെ തട്ടയൊക്കെ പോരെ മറന്നുണ്ടല്ലോ അത് വേണം